രണ്ടാനമ്മയുടെ അതിക്രൂരമായ മർദ്ദനത്തിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ നമ്മുടെ അതിഥി തൊഴിലാളിയുടെ മകൾ തസ്വീത്ത് എന്ന 13കാരി നീണ്ട 37 മണിക്കൂറിൽ മലയാളികളുടെ പ്രാർത്ഥനയും നമ്മുടെ സേനകളുടെ തെരച്ചിലിനുമൊടുവിൽ മലയാളി സമാജം ആളുകളുടെ കൈകളിൽ സുരക്ഷിതമായി വിശാഖപട്ടണത്ത് അവൾ എത്തിച്ചേർന്നിരിക്കുന്നു. തസ്വീത്തിനെ കണ്ടെത്തുന്ന സമയത്ത് അതേ ട്രെയിനിൽ തന്നെ ഒരു കൂട്ടം സ്ത്രീകൾ ആ കുഞ്ഞ് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശം പറഞ്ഞിരുന്നു എന്ന് മലയാളി സമാജത്തിൻ്റെ ആളുകൾ പറയുകയുണ്ടായി. അതായത് തസ്വീത്ത് എന്ന 13കാരി ആ ട്രെയിനിൽ വെച്ച് വലിയൊരു ട്രാപ്പിലേക്ക് അകപ്പെടുവാൻ പോകുകയായിരുന്നു. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് മലയാളി സമാജം ആളുകൾ അവിടെ കണ്ടെത്തുകയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം വാങ്ങിക്കൊടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇന്ന് രാത്രി താമസിപ്പിച്ചിരിക്കുകയുമാണ്. നീണ്ട 37 മണിക്കൂർ അക്ഷീണം പ്രവർത്തിച്ച കുറേ ചാനലുകാരും അതുപോലുള്ള നമ്മുടെ സേനകളും ഒരുപാട് ആശംസകൾ അർഹിക്കുന്നവരാണ്. അവരുടെ കഠിനമായ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ ഇത്രയും പെട്ടെന്ന് ഒരു അപകടവും സംഭവിക്കാതെ സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിപ്പെടുവാൻ കാരണമായത്. ഇനി കേരളത്തിലേക്ക് എത്തിയാൽ നിയമ നടപടിക്ക് ശേഷം തിരിച്ച് ഇതേ വീട്ടിലേക്ക് തന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടി ആ കുഞ്ഞിനെ കൈമാറുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ കുഞ്ഞിന് ആ വീട്ടിൽ സുരക്ഷിതമല്ല എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ടാണ് ആ കുഞ്ഞ് എങ്ങോട്ടൊന്നില്ലാതെ വീട് വിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അധികാരികൾ ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും രണ്ടാനമ്മയുടെ ആ ക്രൂരത, അതിന് എതിരെ വ്യക്തമായിക്കൊണ്ട് അവരിൽ നിന്നും എഴുതി വാങ്ങുകയോ അതല്ല ആ കുഞ്ഞിന് ആ വീട്ടിൽ സുരക്ഷിതമല്ല എന്ന സൂചന കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും ആ വീട്ടിൽ നിന്നും ആ കുഞ്ഞിനെ മറ്റ് സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും കണ്ടതാണ്, പത്രമാധ്യമങ്ങളോട് ആ സ്ത്രീ പ്രതികരിക്കുന്നത് വളരെ സന്തോഷകരമാണ്, ആ കുഞ്ഞ് പോയി കിട്ടിയത് സന്തോഷമായി എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ആ സ്ത്രീ പ്രതികരിക്കുന്നത്. ചെറിയൊരു വിഷമമുള്ളത് ആ പിതാവിന് മാത്രമാണ്. പക്ഷേ എന്തോ അറിഞ്ഞുകൂടാ, അവർക്ക് ആ കുഞ്ഞിനോട് താല്പര്യമില്ല എന്നുള്ളത് അവരെ സംസാരത്തിലും പെരുമാറ്റത്തിലും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ ആദ്യമുള്ള ബ്രദർ, ഒരു ആങ്ങള അവിടെ നിന്നും ഇവരുമായി തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഈ വീട് ഒരു സുരക്ഷിതമല്ല, ഒരു സുരക്ഷിത പാർപ്പിടമല്ല എന്നുള്ളത് വ്യക്തമായ സ്ഥിതിക്ക് തന്നെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു സുരക്ഷിത മാർഗം ആ കുഞ്ഞിന് ഒരുക്കി കൊടുക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു പക്ഷേ ആ വീട്ടിൽ തന്നെയാണ് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് നിർബന്ധമായും ആ സ്ത്രീയെ കൊണ്ടും ആ പിതാവിനെ കൊണ്ടും എഴുതി വാങ്ങുക തന്നെ വേണം. ആ കുഞ്ഞ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ നിയമ നടപടിക്ക് അവർ തയ്യാറാവേണ്ടി വരും എന്ന് അവർക്ക് താക്കീത് കൊടുക്കണം. അവർക്കതിനൊന്നും താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മറ്റു വല്ല വഴിയിലൂടെയും ആ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള വിദ്യാഭ്യാസവും ജീവിക്കുവാനുള്ള മറ്റ് നിയമ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുക തന്നെ വേണം. മാനസികമായി തളർന്നുകൊണ്ട് വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ വലിയ അപകടങ്ങളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് രക്ഷപ്പെടുവാനുള്ള മാർഗ്ഗമില്ല എന്ന് കുഞ്ഞുങ്ങളും ചാടിപ്പോകുന്നവരും ദയവായി മനസ്സിലാക്കുക. പ്രത്യേകിച്ചും രണ്ടാനമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, ആദ്യ മക്കളെ നിങ്ങൾ ദ്രോഹിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ ദേഷ്യവും വൈരാഗ്യവും വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കും പോലെ തന്നെ ആദ്യമുള്ള മക്കളെയും നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കണം. അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. എങ്കിലാണ് നിങ്ങളുടെ മക്കൾക്കും അവരുടെ കാരുണ്യവും സംരക്ഷണവും ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ബബിത എന്ന ഈ സഹോദരിയുടെ അവസരോചിതമായ ഒരു ഇടപെടലാണ് ഈ കുഞ്ഞിനെ ഇത്രയും പെട്ടെന്ന് കണ്ടെത്തുവാൻ സഹായിച്ചത്. താങ്ക് യു ബബിത, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.